ഗാർഡൻ മാനർ ഊട്ടിയിലാണ് ഇന്ന് എൻ്റെ സ്റ്റേ. ബുക്കിംഗ് ആപ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തതാണ്. ഡബിൾ റൂമിന് 2200 രൂപയാണ് റെൻറ്റ്. ഇതിൽ 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അടങ്ങിയിട്ടുണ്ട്. 2 പേർ താമസിക്കുമ്പോൾ 2200 പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 1100 രൂപയെ റൂം റെൻ്റ് ആകുന്നുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഊട്ടിയിലെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ 2 പേർക്ക് ഓൺ ആവറേജ് 400 രൂപയ്ക്കൊക്കെ അടുത്താകും. അങ്ങനെ നോക്കുമ്പോൾ അത് വീണ്ടും ലാഭമായി. ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നല്ല ലൊക്കേഷനിലാണ്. ബൊട്ടാനിക്കൽ ഗാർഡന് തൊട്ടടുത്താണ്. ഗാർഡൻ മാനറിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഡിസൈൻ കാണാൻ കൊള്ളാം. ഇവർക്ക് 2 ടൈപ്പ് റൂമുണ്ട്, ബാൽക്കണി ഉള്ളതും ഇല്ലാത്തതും. അതിൽ ബാൽക്കണി ഇല്ലാത്തതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ ഒരു പ്രോപ്പർട്ടി ബിസി ഏരിയയായ ബൊട്ടാനിക്കൽ ഗാർഡന് തൊട്ടടുത്താണെങ്കിലും വളരെ കാം ആൻഡ് ക്വയറ്റാണ്. റൂം കാണുന്നതിന് മുമ്പേ ടെറസ് കാണാം. ടെറസിലേക്ക് പോകാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് അത് കാണിച്ചുകൊണ്ട് പറയാം. ഗാർഡൻ മാനർ എന്ന പേര് ബൊട്ടാനിക്കൽ ഗാർഡൻ അടുത്തായതുകൊണ്ട് ഇട്ടതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതും ഒരു കാരണമായിരിക്കാം. എന്നിരുന്നാലും ഇവർക്ക് പേരിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ ഒരടിപൊളി ഗാർഡൻ ടെറസിലുണ്ട്. നിറയെ പൂക്കളൊക്കെയുള്ള ചെടികളുള്ള ഒരടിപൊളി ഗാർഡൻ. സെൽഫിയും ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ റൂം എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാനുള്ള ഫേവറേറ്റ് സ്പോട്ട് ഈ ടെറസ് ഏരിയ തന്നെയായിരിക്കും. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ചെടികളും പൂക്കളും അതുപോലെ തന്നെ ആ ഒരു ബിൽഡിങ്ങും എല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ശരിക്കും ഒരു ഫോട്ടോജനിക് ഏരിയ തന്നെയാണ്. റൂമിൽ പോലും കയറാതെ ഈ ടെറസിലേക്ക് നേരെ ഓടി വന്നതിന് ഒരു കാരണമുണ്ട്. കാരണം കാണിക്കാം. ബ്രിക്സ് ഓപ്പൺ എയർ സ്റ്റേഡിയം. ഗാർഡൻ റോഡ് മുതൽ കൊമേഴ്ഷ്യൽ റോഡ് വരെ നടന്നൊരു വീഡിയോ എടുത്തിരുന്നു. അതിൽ ഞാൻ ബ്രിക്സ് ഓപ്പൺ എയർ സ്റ്റേഡിയം കാണിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാൻ എനിക്ക് പറ്റിയില്ല. പബ്ലിക്കിന് സ്റ്റേഡിയം ഓപ്പൺ അല്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത്. സ്റ്റേഡിയം ഉള്ളിൽ കയറി കാണാൻ പറ്റാത്ത സങ്കടം ഇവിടെ വന്നപ്പോൾ മാറി. സ്റ്റേഡിയത്തിൻ്റെ ബെസ്റ്റ് വ്യൂ ഈ ടെറസിൽ നിന്നാണ്. സ്റ്റേഡിയത്തിൻ്റെ അപ്പർ ടിയറിൽ നിന്ന് കളി കാണുന്ന ഒരു ഫീലുണ്ട് ഈ ടെറസിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് നോക്കുമ്പോൾ. ഇനി കുറച്ച് ഫുട്ബോൾ കണ്ടാലോ. ലോങ് ഗോൾ കിക്ക്. ഗോൾ കീപ്പർ അല്ല എടുത്തത്, ഡിഫൻഡറാണ്. എതിർ ടീമിൻ്റെ ഡിഫൻഡർ ബോൾ കിക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എയറാണ് പുള്ളി കിക്ക് ചെയ്തത്. യെല്ലോ ടീമിൻ്റെ പ്ലെയർ അഡ്വാൻസ് ചെയ്യുകയാണ്. ഗോൾ കീപ്പറുമായി 1-on-1 സിറ്റുവേഷൻ ആണെന്ന് പറയാം. ബോളിന് ഇച്ചിരി പേസ് കൂടിപ്പോയി. ഗോൾ കീപ്പറിന് ഈസി ആയിട്ട് ബോൾ കിക്ക് ചെയ്യായിരുന്നു. പെനാൽറ്റി ബോക്സിന് പുറത്ത് വെച്ച് ബോൾ ഹാൻഡിൽ ചെയ്തു. ഡോഗ്സ് ഓഫൻസ്. ഗോളിൻ്റെ ഈ ഒരു ആക്ഷനെ ഗോൾ അടിക്കാനുള്ള അവസരം തടഞ്ഞു എന്ന് വ്യാഖ്യാനിക്കാം. ഷുവർ റെഡ് കാർഡാണ്. റഫറിയും റെഡ് കാർഡാണ് കൊടുത്തത്. ഗോളി പുറത്ത്. ഓൺഫീൽഡ് പ്ലെയർ തന്നെ ഗോളിയുടെ ചുമതല ഏറ്റെടുക്കുവാണ്. ജേഴ്സിയൊക്കെ തിരിച്ചിട്ട് പുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ഫ്രീ കിക്ക് എന്താകുമെന്ന് നോക്കാം. ഗോൾ അടിക്കുമോ അതോ പുറത്തേക്ക് അടിക്കുമോ കണ്ടറിയാം. ഫ്രീ കിക്കിന് ഡിപ്പില്ലാതായിപ്പോയി. ബാറിൻ്റെ മുകളിൽ കൂടെ പോയി. കറക്റ്റ് ടൈമിലാണല്ലേ വീഡിയോ എടുത്തത്. റെഡ് കാർഡ് ഒഫൻസ് കണ്ടു, ഡയറക്റ്റ് ഫ്രീ കിക്ക് കണ്ടു. പൊളിച്ചു. ഇനി റൂം കാണാം. എനിക്ക് കിട്ടിയ റൂമിൻ്റെ നമ്പർ 201 ഈ ഒരു ഹോട്ടലിൻ്റെ ഭിത്തിയെല്ലാം ഒരേ പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡൻ പാനൽ ഡിസൈൻ. ഫുൾ വുഡൻ പാനൽ അല്ല, ഏകദേശം ഒരു 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഹൈറ്റിൽ വുഡൻ പാനൽ ചെയ്തേക്കുവാണ്. റൂം വളരെ കോമ്പാക്റ്റ് ആണ്. 2 ആൾക്കാർക്ക് നടക്കാനുള്ള അത്രയ്ക്ക് സ്ഥലമേ ഉള്ളൂ. ബെഡൊക്കെ കംഫർട്ടബിൾ ആണ്. റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊള്ളാം. വാർഡ്രോബ്, ഡ്രസ്സിംഗ് ടേബിൾ, ചെയർ ഇതെല്ലാം ഉണ്ട്. ഇത്രയും ഫർണിച്ചറുകൾ ഇത്രയും കോമ്പാക്റ്റ് ആയ സ്പേസിൽ ഉൾക്കൊള്ളിച്ച ഇൻറ്റീരിയർ ഡിസൈനറിന് ഇരിക്കട്ടെ എൻ്റെ തംസപ്പ്. റൂമിൽ ടി വിയും ഉണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ബാത്റൂം നീറ്റാണ്. 24 hours ഹോട്ട് വാട്ടർ കിട്ടും. വാട്ടർ ഹീറ്റർ പുറത്തൊന്നും കാണാനില്ല, പക്ഷേ വാട്ടർ ഹീറ്ററിൻ്റെ പ്ലഗ് കാണാനുണ്ട്. 3-pin പ്ലഗ്. വാട്ടർ ഹീറ്റർ സീലിങ്ങിൻ്റെ ഉള്ളിലായിരിക്കാം. ബാത്റൂമിൽ വാഷ് ബേസിനും മിററുമുണ്ട്. റൂം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. റൂമിലൂടെ അധികം നടക്കാനുള്ള സ്പേസ് ഇല്ല എന്നൊരു പോരായ്മ ഒഴിച്ചാൽ റൂമിൻ്റെ വൈബൊക്കെ സൂപ്പറാണ്. വുഡൻ പാനലിംഗ് ഒക്കെ ഒരു പോഷ് ഫീലാണ് നൽകുന്നത്. പിന്നെ ഞാൻ ഇതുവരെ താമസിച്ച ഒരു ഹോട്ടലിലും കാണാത്ത ഒരു സംഭവം കൂടി ഇവിടെയുണ്ട്. എക്സോസ്റ്റ് ഫാൻ. ഊട്ടിയിലെ ഹോട്ടലുകൾക്കൊന്നും വെന്റിലേഷൻ കാണില്ല. വെന്റിലേഷൻ ഇട്ടാൽ തണുപ്പ് ഉള്ളിലേക്ക് കിടക്കും. അത് തടയാനാണ് വെന്റിലേഷൻ ഒഴിവാക്കുന്നത്. ഞാൻ ഇതുവരെ താമസിച്ച റൂമുകളിലൊന്നും വെന്റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് എയർ ക്വാളിറ്റി കുറഞ്ഞതായി എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ എയർ ക്വാളിറ്റി പോരാ എന്ന് തോന്നിയാൽ ഈ റൂമിൽ അതിനൊരു പോംവഴിയുണ്ട്. അതാണ് എക്സോസ്റ്റ് ഫാൻ. രാത്രി നല്ല സുഖമായി ഉറങ്ങി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വയർ നിറച്ച് കഴിച്ച് മുതലാക്കണം. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, മുതലാക്കാതെ പിന്നെങ്ങനെ. ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ടെറസിൽ ഇരുന്ന് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ബ്രേക്ക്ഫാസ്റ്റിന് കോൺഫ്ലേക്സ്, ബ്രെഡ്, ന്യൂഡിൽസ്, പൂരി, പുഴുങ്ങിയ മുട്ട, കടലക്കറി, ഇഡ്ഡലി, സാമ്പാർ, 2 ടൈപ്പ് ചട്നി, പിന്നെ ചായ, കാപ്പി, ബ്രെഡിൽ തേക്കാനായി ബട്ടർ, ജാം, തണ്ണിമത്തൻ ജ്യൂസ്, പപ്പായ, അങ്ങനെ വിഭവസമൃദ്ധമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ആദ്യം കഴിച്ചത് പൂരിയും കടലക്കറിയുമാണ്. നല്ല കോമ്പിനേഷൻ ആയിരുന്നു.
7/10 റേറ്റിംഗ് കൊടുക്കാം. പൂരി ചൂടോടെ ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഫ്രഷ് ടേസ്റ്റും ഫീലും ഉണ്ട്. പൂരിയിൽ നിർത്തിയില്ല, മുതലാക്കണ്ടേ. നൂഡിൽസ് എടുത്തു. നൂഡിൽസ് നല്ല അടിപൊളിയാണ്. സ്പൈസി ഫ്ലേവറുള്ള നൂഡിൽസാണ്. എനിക്ക് പൂരി കടലക്കറി കോമ്പിനേഷനേക്കാൾ ഇഷ്ടപ്പെട്ടത് നൂഡിൽസാണ്. നല്ല രസമുണ്ട്. ആസ്വദിക്കാൻ പറ്റുന്ന ലെവലുള്ള സ്പൈസി ടേസ്റ്റാണ് നൂഡിൽസിൻ്റെ ഹൈലൈറ്റ്. നൂഡിൽസിന് 8/10 റേറ്റിംഗ് കൊടുക്കും. അതിനുശേഷം ട്രൈ ചെയ്തത് ഇഡ്ഡലി പ്ലസ് സാമ്പാർ പ്ലസ് ചട്നി കോമ്പിനേഷനാണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരുന്നു, സാമ്പാർ നല്ല ടേസ്റ്റിയും. ഈ കോമ്പിനേഷനും കൊള്ളാം. ഇതിനും 8/10 റേറ്റിംഗ് കൊടുക്കും. ഞാൻ അതിലും നിർത്തിയില്ല, മുതലാക്കണ്ടേ. ടോസ്റ്റഡ് ബ്രെഡിൽ കുറേ ജാമും ബട്ടറും തേച്ച് കഴിച്ചു. ആ കോമ്പിനേഷനും കൊള്ളാം. ഇത് ഇൻഹൗസ് പ്രിപ്പറേഷൻ അല്ലാത്തതുകൊണ്ട് റേറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു കോംബോ അടിപൊളിയാണ്. ഇത് കൂടാതെ ഒരു പുഴുങ്ങിയ മുട്ടയും 2 ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസും ഒരു ചായയും ഒരു കാപ്പിയും ഞാൻ കുടിച്ചു. ഇത്രയേ കുടിച്ചുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇവരെ മുടിപ്പിച്ചു. എൻ്റെ വയറ്റിൽ ഇച്ചിരി കൂടെ സ്പേസ് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു റൗണ്ട് കൂടെ ഇരുന്നേനെ. നൂഡിൽസും കഴിച്ചേനെ, ഇഡ്ഡലിയും കഴിച്ചേനെ. സമയം 11 മണിയാകാനായി. 11 മണിയാണ് ചെക്കൗട്ട് ടൈം. എനിക്ക് 2 മണിക്കൂർ ഗ്രേസ് പീരീഡ് ഒക്കെ തന്നു. 1 മണിക്ക് ചെക്കൗട്ട് ചെയ്താലും മതിയെന്നാണ് എന്നോട് പറഞ്ഞത്. നൈറ്റിൽ റൂമിലുണ്ടായ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാം. റൂമിൽ വലിയ തണുപ്പൊന്നും ഫീലായില്ല. നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. എനിക്കിവിടെയുള്ള സ്റ്റേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടുന്ന് വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ സ്കിപ്പാക്കാം. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഫുഡ് കിട്ടും. പക്ഷേ ഇത്രയും കഴിക്കാൻ പറ്റിയതിനൊരു കാരണമുണ്ട്. ഫുഡ് ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കഴിക്കാൻ പറ്റിയത്. ഗാർഡൻ മാനർ പ്രൈം ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊട്ടാനിക്കൽ ഗാർഡൻ അടുത്താണ്. അതുപോലെ തന്നെ ചെയറിംഗ് ക്രോസിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഗാർഡൻ മാനറിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും ടോപ്പിലായിട്ട് പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.